നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ ഇന്നത്തെ കറൻറ്റ് സമയം, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ജീവിത പുരോഗതി എങ്ങനെയാണ്, റിലേഷൻഷിപ്പുകൾ ഇന്നത്തെ ദിവസം കറൻറ്റിൽ എങ്ങനെയായിരിക്കും, അതുപോലെ സാമ്പത്തികപരമാകുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, കരിയർ എനർജിയിൽ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾക്ക് ഇന്നൊരു മാറ്റം ഉണ്ടാകുമോ, പരിഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടോ, മുന്നോട്ടേക്കുള്ള ഫ്യൂച്ചർ എനർജി കൂടി നമ്മൾ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷൻസിൽ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും റീഡിങ്സ് റെസനേറ്റ് ആവണമെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് റീഡിങ്സ് നിങ്ങളിൽ ഓരോ വ്യക്തികൾക്കും അതിൻ്റേതാകുന്ന രീതിയിൽ വന്നു ചേരുകയുള്ളൂ. അപ്പം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. കൂടാതെ തന്നെ അഫർമേഷൻസുകൾ എഴുതുക കേട്ടോ. എല്ലാ ദിവസവും നിങ്ങൾ അഫർമേഷൻസ് മുടങ്ങാതെ എഴുതണം. ഒരു മാസം എന്താണ് നിങ്ങൾക്ക് ഏൺ ചെയ്യേണ്ടത്, ഒരാഴ്ച, ഒരു ദിവസം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എമൗണ്ട്, ആ ഒരു എമൗണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ പണത്തെ അട്രാക്റ്റ് ചെയ്യണം. പണം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോഴെല്ലാം ഹാപ്പി എനർജിയോട് കൂടി ചെയ്യണം കേട്ടോ. എന്ത് കാര്യത്തിനും, ഒരു മിഠായി വാങ്ങാൻ നിങ്ങൾ 1 രൂപ കൊടുത്താൽ പോലും സന്തോഷത്തോടു കൂടി മനസ്സിൽ ചിന്തിക്കണം, നീ പോയിട്ട് ഇതിന് ഇരട്ടിയായി തിരിച്ചു വരണം എന്ന് പറഞ്ഞായിരിക്കണം നമ്മൾ കൈകാര്യം ചെയ്യാവുള്ളൂ. പണത്തിൻ്റെ ക്രയവിക്രയം വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ മനസ്സുകൊണ്ട് താല്പര്യമില്ലാതെയും അല്ലെങ്കിൽ ഒരു മടുപ്പോടു കൂടിയൊക്കെ നിങ്ങൾ പണത്തെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും സാമ്പത്തികം വന്നു ചേരില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ കടം കൊടുത്തൊരു വ്യക്തി നമുക്ക് തിരിച്ച് തന്നില്ലെങ്കിൽ നിങ്ങൾ ഹാപ്പിനെസ്സോട് കൂടി അവൻ എടുത്തോട്ടെ, എൻ്റെ കർമ്മ അവസാനിച്ചു, എന്നിലുണ്ടായിരുന്ന ഒരു നെഗറ്റീവ് കർമ്മ അവസാനിച്ചു എന്ന് നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ എത്രയാണോ കയ്യിൽ നിന്ന് പോയത് അതിൻ്റെ 4 ഇരട്ടി നിങ്ങളിലേക്ക് ഒരു പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് തന്നെ വന്നു ചേരും. അതല്ലെങ്കിൽ നാനാ മാർഗങ്ങളിൽ നിന്നും പണം നിങ്ങളിലേക്ക് വരും. പണം ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക. സന്തോഷത്തോടു കൂടി ക്രയവിക്രയം നടത്താൻ ശ്രമിക്കുക. ബന്ധങ്ങളിലും സമാധാനവും സന്തോഷവും കണ്ടെത്താൻ ശ്രമിക്കുക. അഫർമേഷൻസ് എഴുതുക, വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് എഴുതുക. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഗുണം വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ദയവ് ചെയ്ത് ഇതൊരു മടിയായിട്ട് അഫർമേഷൻസ് എഴുതാനൊന്നും പറ്റില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നും തന്നെ സാധിക്കില്ല. നമ്മൾ അഫർമേഷൻസ് എഴുതി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സന്തോഷത്തോടു കൂടി ചെറിയൊരു സമയം കിട്ടുമ്പോഴും ഒരു വരിയാണെങ്കിലും എഴുതാൻ പറ്റിയാൽ അത് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. ആ ഒരു സമയത്തെ നിങ്ങൾ മിസ്സിങ് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നൊക്കെ ഉള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കും. നിങ്ങളുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം നിങ്ങൾക്ക്, അത് കരിയർ പാത ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങളുടെ കർമ്മപരമാകുന്ന കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലിപരമാകുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ തടസ്സങ്ങളായിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡൻസോടു കൂടിയും പരിഹാരത്തോടു കൂടി പോകാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കൂടെയുള്ളവരുടെ മനസ്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവരുടെ ക്യാരക്ടറിലൊക്കെ ഒരു ചേഞ്ചിങ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി അഫർമേഷൻസ് നിങ്ങൾ എഴുതിയാൽ മതി. അവർ ഹീലായിട്ട് വരും. നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സമർപ്പണം, ആ ഒരു വിശ്വാസം, അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും 100 ഇരട്ടിയായി തിരിച്ചു വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെക്കൊണ്ട് സാധിക്കും. നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയെ ഹീലാക്കാൻ അത് എല്ലാ മനുഷ്യരെ കൊണ്ട് സാധിക്കും. അല്ലാണ്ട് ഹീലിംഗ് പഠിച്ച ഒരാൾക്ക് മാത്രം എക്സ്ട്രാ കിട്ടുന്ന ഒരു കഴിവൊന്നുമല്ല. നമ്മളിലെല്ലാം ദൈവികമാകുന്ന ഒരു എനർജി ഉണ്ട്. അത് നമ്മൾ പ്രയോഗിക്കുന്ന പോലെ ഇരിക്കും. നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന മറ്റൊരാളെ പോലും നിങ്ങൾക്ക് ഹീലാക്കാൻ സാധിക്കും. അത് നിങ്ങൾ ആ ഒരു മനസ്സോടുകൂടി, ആ ഒരു പോസിറ്റിവിറ്റിയോടുകൂടി
പവർഫുൾ ആവുന്ന ഒരു എനർജിയോടുകൂടി ചെയ്താൽ മാത്രം മതി. മക്കളുടെ വിവാഹ തടസ്സം, വിദ്യാഭ്യാസം, ജോലി സംബന്ധമാകുന്ന ബ്ലോക്കേജുകൾ ഇതെല്ലാം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. യാതൊരു സംശയവുമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് അത് പ്രാക്ടീസ് ചെയ്യണം. അഫർമേഷൻസിന് വെറുതെ നിങ്ങൾ കാണരുത്. റൈറ്റ് ഹീലിംഗ് നമ്മളുടെ പ്രശ്നങ്ങളെ ഇമോഷണൽ പരമാകുന്ന പെയിൻ, എനർജീനെ, ട്രോമാസിൽ നിന്നെല്ലാം പുറത്ത് കടക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അഫർമേഷൻസ്. നമ്മുടെ മനസ്സിന്, നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും നല്ല മെഡിസിനാണ് റൈറ്റ് ഹീലിംഗ്, അഫർമേഷൻസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻസൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കണം. അതെനിക്ക് കിട്ടിയിരിക്കും, അതെനിക്കുള്ളതാണ്, അത് ഞാൻ നേടുന്നു എന്നിങ്ങനെ മനസ്സിൽ ചെറിയ ചെറിയ കാര്യങ്ങളെ ഒന്ന് അട്രാക്റ്റ് ചെയ്ത് നോക്കിക്കേ. തീർച്ചയായിട്ടും ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങൾ, അസാധ്യമെന്ന് തോന്നുന്നതും എനിക്ക് അർഹതയുണ്ടോ എന്ന് ച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ അധ്വാനിച്ചാലേ നിങ്ങൾക്ക് ഫലമുള്ളൂ എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇന്നത്തെ എനർജിയിലേക്ക് കടക്കാം. ഫസ്റ്റ് ആണ് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഹാപ്പി എനർജിയാണ് കേട്ടോ. പൂർണ്ണതയുള്ളത്, പൂർണ്ണമായ ഒരു എനർജി, സമ്പൽ സമൃദ്ധിയുടെ എനർജി, ഏറ്റവും ഹൈ ലെവൽ ഹാപ്പി എനർജിയിലൂടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും. ഒരു പക്ഷേ ഫാമിലി ആയിട്ടുള്ളൊരു ട്രാവലിംഗ് ആവാം, ഫാമിലിയോടൊപ്പം ഒരുമിച്ചിരിക്കാൻ പറ്റുന്നൊരു നിമിഷങ്ങളായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾക്കൊരു ഫാമിലിപരമാകുന്ന മറ്റു ബന്ധങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാവാം. ഏതെങ്കിലുമൊക്കെ ഒരു സെലിബ്രേഷൻ, ചെറുതും വലുതുമാകുന്ന എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാവാം. വളരെയധികം പവർഫുള്ളാകുന്ന ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്നു ചേരാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ദിവസം നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ഇമോഷണൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും മറന്നു കളയേണ്ടാത്ത രീതിയിൽ എന്നും നിങ്ങളുടെ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പവർഫുള്ളാകുന്ന ഒരു ഓർമ്മയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു എനർജിയെ കാണാൻ സാധിക്കും. അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്നത് പോലെ അത്ഭുതകരമാകുന്ന ഒരു ഇമോഷണൽ ബാലൻസ്, ഡിവൈൻ ബ്ലെസ്സിങ്സോട് കൂടിയ ഒരു ഇമോഷണൽ ബാലൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വെർത്ത്, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എത്രത്തോളം സാധിക്കും, നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ആരാണ്, ഇതെല്ലാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഫ്യൂച്ചർ എനർജി, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയിപ്പോൾ എത്ര കാലം വേണമെങ്കിലും ഇന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഓർമ്മകൾ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ്, ഒരു സ്റ്റാറായിട്ട് ഇന്ന് നിങ്ങൾ എല്ലാവർക്കും ഒപ്പം നിൽക്കുന്ന ഒരു ദിവസമായിട്ട്, നിങ്ങൾക്ക് വളരെ റെസ്പെക്റ്റ്, വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന, മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം അൺകണ്ടീഷണലായിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം നമ്മുടെ എനർജി വന്നിരിക്കുന്നത്. ശരിക്കും ഇന്ന് നിങ്ങളൊരു സ്റ്റാർ ആയിരിക്കും കേട്ടോ. നിങ്ങൾ എവിടെയൊക്കെയാണോ ഇന്ന് ഇൻവോൾവ് ആകുന്നത്, വീടിനുള്ളിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ, ഒരു സെലിബ്രേഷനിൽ, ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതായിക്കോട്ടെ, 4 പേര് കൂടി ചേരുന്നിടത്തായിക്കോട്ടെ, എവിടെയാണെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു മുൻഗണനയുണ്ട്. ഇന്നത്തെ ദിവസത്തെ ചില എക്സ്പീരിയൻസുകൾ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന തരത്തിൽ ഹാപ്പി മൊമെൻറ്റ്സ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിലെ ചില വ്യക്തികളെ നിങ്ങൾക്കിന്ന് കണ്ടുമുട്ടാനും സാധിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ, ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് കാലങ്ങൾ കൊണ്ട് ആരെങ്കിലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒന്ന് കാണണം, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തെ നിങ്ങൾ പേടിച്ചിരുന്നെങ്കിൽ, ഒരു പഴയ പ്രണയമായിക്കോട്ടെ, നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിന്, ആ ഒരു ഇമോഷണൽ സിറ്റുവേഷൻസിന് നിങ്ങളൊരു ബൗണ്ടറി തീർത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ ചെറിയൊരു ഭയമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ
അതെല്ലാം ഇന്നത്തെ ദിവസം മാറുന്നു എന്നാണ് കാണുന്നത്. അതെല്ലാം മറന്നിന്നൊരു റീയൂണിയൻ പ്രസൻസ്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ, ഒരു കപ്പ് ഓഫ് ലവിൻ്റെ ഒരു എനർജി, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രപ്പോസൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള സിറ്റുവേഷൻസും കാണുന്നുണ്ട്. വളരെ നല്ല എനർജിയാണ് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്. അത് നിങ്ങൾ ഉപയോഗ്യമാക്കിയെടുക്കുക, നഷ്ടപ്പെടുത്താതിരിക്കുക. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. സ്റ്റക്കായിട്ട് നിൽക്കാതെ ഇന്നൊരു മൂമെൻറ്റ്സ് ആണ് കേട്ടോ. മുന്നോട്ടേക്കല്ല പിന്നോട്ടേക്കുള്ള ചില കാര്യങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നുണ്ട്. ഇന്ന് പാസ്റ്റിനെ ബേസ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളെ റിജക്റ്റ് ചെയ്ത ചില സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില സിറ്റുവേഷൻസുകളൊക്കെ നിങ്ങളിലേക്ക് റീകണക്റ്റഡ് ആകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വിജയത്തിൻ്റെ, ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ, ഒരു സക്സസിൻ്റെ ഓരോ എനർജികളും നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം വന്നു ചേരുന്നു. എവിടെയൊക്കെയായിരുന്നു നിങ്ങൾക്ക് വീഴ്ചകൾ സംഭവിച്ചത്, എവിടെയൊക്കെയായിരുന്നു നിങ്ങൾ സ്റ്റക്കായിട്ട് നിരാശപ്പെട്ട് നിന്നത്, എവിടെയൊക്കെയായിരുന്നു നിങ്ങളെ മാറ്റി നിർത്തിയത്, അവിടെയെല്ലാം നിങ്ങളെ ഇന്ന് ചേർത്ത് നിർത്തപ്പെടുന്നു. ശരിക്കും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച, നിങ്ങൾ സ്വപ്നം കണ്ട, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്ത, നിങ്ങൾ അഫർമേഷൻസുകൾ എഴുതിയവരാണെങ്കിൽ ആ എഴുതിയ കാര്യങ്ങൾ അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നൈറ്റിൻ്റെ ഒരു വലിയ ശക്തമാകുന്ന എനർജി ഇന്ന് കണക്റ്റഡ് ആണ് കേട്ടോ. നൈറ്റ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറച്ച തീരുമാനമാണ്. പവർഫുള്ളാകുന്ന എനർജിയിലേക്ക് നിങ്ങൾ മാറാൻ ശ്രമിക്കുന്ന, അത് ഇമോഷണലി ആണെങ്കിലും പല കാര്യങ്ങളിലും ആക്ഷൻ എടുക്കാൻ മടിച്ചിരുന്ന നിങ്ങൾക്ക് ഇന്ന് ഊർജ്ജസ്വലതയോടുകൂടി പവർഫുള്ളായിട്ട് ആക്ഷൻ എടുക്കാൻ പറ്റുന്നു. ഇന്നൊരു എനർജറ്റിക്കായ ദിവസമാണ്. അതായത് ഒരു മാറ്റം, ഒരു എന്താ പറയുക, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ, അല്ലെങ്കിൽ ഒരു ബർഡൻ ഫീലിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ അതിനെല്ലാം നിങ്ങൾ തരണം ചെയ്ത് ഇന്ന് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്നു. തിരിച്ചു പിടിക്കുന്ന ദിവസമായിട്ടാണ് കാണുന്നത്. നഷ്ടപ്പെട്ട പലതിനെയും തിരിച്ചു പിടിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത്. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. സമാധാനപരമാകുന്ന ചില കമ്മ്യൂണിക്കേഷനുകൾ ഇന്നുണ്ടാകുന്നുണ്ട്. സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ചില കമ്മ്യൂണിക്കേഷനുകൾ ലൈഫിലേക്ക് വരുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ടിരുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നത്തെ ദിവസം ഒരു ഗുഡ് ലക്ക് എനർജിയാണ് കേട്ടോ. ഇന്ന് ഭാഗ്യത്തിൻ്റെ ദിവസമാണ്, ഒരു ഉയർച്ചയുടെ ദിവസമാണ്, നിങ്ങളുടെ ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഈ ഒരു ദിവസം നിങ്ങൾക്കുള്ള ദിവസമാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് മറ്റു ഒരു തടസ്സങ്ങളും വരാതെ ഏറ്റവും പവർഫുള്ളും ഏറ്റവും പോസിറ്റീവായിട്ടും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പേഴ്സൺ എന്ന എനർജിയിൽ നിങ്ങൾക്കിന്ന് നിൽക്കാൻ പറ്റും. ഇന്ന് നിങ്ങൾക്കൊരു ഗ്രോത്ത് ഫീലിങ്സ് ആണ്. ഇന്ന് ചെയ്യുന്നതും പറയുന്നതും എല്ലാം ഒരു ഉയർച്ചയിലേക്കാണ്, മുന്നോട്ടേക്കുള്ള ഒരു എനർജിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. വെല്ലുവിളികളെ എല്ലാം അത് മറികടക്കാൻ പറ്റുന്നുണ്ട്. കൺഫ്യൂഷൻ തോന്നിക്കുന്ന, ഒരു സ്റ്റക്കായിട്ട് നിന്ന പല സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന, പതറാതെ ഒരു പതർച്ച തോന്നാത്തൊരു ദിവസമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ദിവസത്തെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റക്ക് എനർജി ഉണ്ടായിരുന്നത്, കൺഫ്യൂഷൻ, തെറ്റിദ്ധാരണ, സ്വയം നിങ്ങളോട് തന്നെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാണ്ട്, നിങ്ങൾക്ക് വിശ്വാസമില്ലാണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ എഴുന്നേറ്റ് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. വെല്ലുവിളികളെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നു. ശരിക്കും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണണമെന്നും നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് പതറി നിന്നിട്ട് കാര്യമില്ല എന്നുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മേ, പവർഫുള്ളായ എനർജിയാണ് വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് കേട്ടോ. ഡബിൾ എനർജി പ്രസൻസ് ആണ് ഹൈ പ്രീസ്റ്റസിൻ്റെ വന്നിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ആണ് കേട്ടോ, പവർഫുള്ളാണ്. ഉൾക്കാഴ്ച, നിങ്ങൾക്ക് ഇന്ന് ഒരു ഇൻറ്റ്യൂഷൻ എനർജിയൊക്കെ വളരെ കൂടുതലായിട്ട് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നല്ല രീതിയിലുള്ള ചില അറിവുകൾ നേടാൻ പറ്റുന്നുണ്ട്. ചിലർക്കൊക്കെ നല്ലൊരു ഉപദേശം കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ജ്ഞാനം, ആ ഒരു സംഭവം നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രോങ് ആയിട്ട്, എത്രത്തോളം നിങ്ങളുടെ എനർജിയിൽ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസാണ്. പവർഫുള്ളായൊരു ഇൻറ്റ്യൂഷൻ എനർജിയാണ്. അതുപോലെ നിങ്ങൾ കാത്തിരുന്ന, വെയിറ്റിംഗ് ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചില സൈനുകൾ, ചില സിമ്പിൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ഒരു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ
പ്രകൃതിയാലുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോസിറ്റീവ് ആവുന്ന ഏഞ്ചൽസിനെ ബേസ് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്കിന്ന് കാണാൻ, കണ്ണുകൾ കൊണ്ട് കാണാൻ വിസ്മയകരമാകുന്ന ചില കാര്യങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്. അതെന്താണ്, എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ളൊരു എന്താ പറയുക, ഒരു പവർ, നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ പവർ ഇന്ന് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്ന് വളരെ ശക്തമാകുന്നൊരു ഉൾക്കാഴ്ചയാണ് കേട്ടോ. ഒരു പൂർണ്ണതയിലേക്കാണ് നിങ്ങൾ ഇന്ന് ചെന്ന് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അറിവിൻ്റെ ആഴം അളക്കാൻ പറ്റുന്നുണ്ട്. ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നൊരു ജഡ്ജ്മെൻറ്റിങ്, അതായത് ഒരു ന്യായം നടപ്പിലാക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ചില ഇടങ്ങളിൽ നിങ്ങളുടെ, അതായത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ് ചില വ്യക്തിബന്ധങ്ങളിൽ നിങ്ങൾക്കിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി, ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയൊക്കെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഹാർട്ട് ബ്രോക്കൺ ഒന്നും ഇന്നൊരു പ്രശ്നമല്ല നിങ്ങൾക്ക്. നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ട വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ ഡൗൺ ആയിട്ടൊക്കെ ഇരുന്ന വ്യക്തികളാണെങ്കിൽ, ആ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു ഇമോഷണൽ അബണ്ടൻസ് ആണ്, ഒരു മെച്യൂരിറ്റിയോടുകൂടി നിങ്ങൾ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നു. അതുപോലെ ഇന്നൊരു റീയൂണിയൻ പ്രസൻസ് പറഞ്ഞില്ലേ, പാസ്റ്റിലൊരു എനർജി, അത് നിങ്ങളുടെ ഇമോഷൻസിനെ, നിങ്ങളുടെ മാനസികപരമാകുന്ന പിരിമുറുക്കത്തെ നിങ്ങൾ പുറത്ത് കടത്തുന്നു. നിങ്ങളുടെ മാനസികപരമായി നിങ്ങൾ സ്ട്രഗിളിങ്, തകർച്ചയൊക്കെ അനുഭവിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും പുറത്ത് കടന്ന് നിങ്ങൾ പവർഫുള്ളാകുന്ന ഒരു എനർജിയിലേക്ക്, അല്ലെങ്കിൽ മതിമറന്ന ഒരു സന്തോഷം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു റീയൂണിയൻ പ്രസൻസ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോ നിങ്ങൾ നഷ്ടപ്പെടുത്തിയതോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാലം കണക്ട് ചെയ്യാതെ പോയതോ ആയ ആ ഒരു കാര്യത്തെ നിങ്ങളിലേക്ക് തിരിച്ചു വന്നു ചേരുന്ന ഒരു സിറ്റുവേഷൻസ്, ഒരു ചൈൽഡ്ഹുഡ് എനർജി ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരിക്കാം. നിങ്ങൾ മനസ്സിൽ ഒളിച്ചു വെച്ചിരുന്ന ആ ഒരു എനർജി നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരുന്നത് ഒരു ഇമോഷണൽ അബണ്ടൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വളരെ സ്ട്രോങ്ങും ശക്തവുമായ ഒരു ഇൻറ്റ്യൂഷൻ പവർ, ഒരു മാനിഫെസ്റ്റേഷൻ പവർ, അതായത് സാമ്പത്തികപരമായിട്ടാണെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം ഒരു വല്ലാത്തൊരു അബണ്ടൻസ് എനർജിയിലൂടെ, സമൃദ്ധിയിലൂടെ കടന്നു പോകാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കൈകൊണ്ട് മറ്റാർക്കെങ്കിലുമൊക്കെ ഒരു ദാനം നൽകാനോ സഹായം, സപ്പോർട്ട് നൽകാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ദേഷ്യവും വാശിയൊക്കെയുള്ള ക്യാരക്ടറുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഒരു എന്താ പറയുക, ഒരു സ്വീറ്റ് എനർജിയിലൂടെ, വളരെയധികം സ്വീറ്റ് എനർജിയിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നതായിട്ടുള്ളത് എനർജിയാണ്. ഒരു ബ്ലോക്കേജിനെയൊക്കെ, അതായത് നിങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്ന ചെറിയ തരത്തിലുള്ള ഒരു ബ്ലോക്കേജിനെയൊക്കെ മറികടക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തെ സംബന്ധിച്ച് വെൽത്ത്, ഹെൽത്ത്, അതുപോലെ തന്നെ ഇമോഷണൽ ബാലൻസ്, ആക്ഷൻ, അതായത് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ കഴിവുകൾ എല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഒരു പുതിയ ഒരു ഉണർവിൻ്റെ ദിവസമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു എനർജിയെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ചഞ്ചലിപ്പുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം ഇന്ന വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഇന്ന വ്യക്തികളുമായിട്ട് ഉണ്ടാകുമെന്നൊക്കെ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു കാര്യത്തിൽ വലിയ പ്രോബ്ലംസ് ഇല്ലാതെ ചെറിയ ഫൈറ്റിങ്ങോടുകൂടി അവസാനിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്കെതിരെ നിന്നിരുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് മുന്നിൽ സറണ്ടർ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരു സറണ്ടർ എനർജിയുടെ പ്രസൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളോട് ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്ത് നിങ്ങളെ തകർത്ത് കളയണമെന്ന് ആഗ്രഹിച്ച ചില വ്യക്തികൾ പിന്തിരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഒരു ശത്രുഭാവത്തിൽ നിന്നും നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉൾവലിഞ്ഞ് നിന്ന ചില വ്യക്തികളുടെ എനർജി, നിങ്ങൾ ഒന്നിലും ഇൻവോൾവ് ആകാതെ ഒരു പക്ഷേ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങളും പ്രശ്നങ്ങളും ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലൊക്കെ ബ്ലോക്കേജുകളൊക്കെ സംഭവിച്ച് എല്ലാത്തിൽ നിന്നും മാറി നിന്ന വ്യക്തികൾക്കൊക്കെ ഇന്നൊരു വിൽ പവർ എനർജി വരുന്നുണ്ട് കേട്ടോ. അതായത് പ്രതിസന്ധികളെ നേരിടണം, ഇങ്ങനെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഉൾവലിഞ്ഞ് നിന്നിട്ടൊന്നും കാര്യമില്ല, ഞാൻ മുന്നോട്ടേക്ക് പോകണം,
എൻ്റെ സ്വപ്നങ്ങളിലേക്ക് നടന്നടുക്കണമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ കടന്നു വരുന്നതായിട്ടും നിങ്ങൾക്കതൊരു എന്താ പറയുക, ഒരു പവർഫുള്ളാണ് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ പൊസിഷനെ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിനൊക്കെ ഒരു ചേഞ്ചിങ് വരുന്നതായിട്ടും നിങ്ങളൊരു എംപറർ എനർജിയിലാണ് ഇന്ന് കടന്നു പോകുന്നത്. എംപറർ എനർജി എന്ന് പറഞ്ഞാൽ അധികാര പവറാണ് കേട്ടോ. അധികാര പവർ എനർജിയിലൂടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റും. ഒരു പുതിയ തുടക്കമാണ്. മറ്റുള്ളവർ നിങ്ങളെ അനുസരിക്കാനും നിങ്ങളുടെ ലൈഫിലെ എക്സ്പീരിയൻസുകൾ മറ്റുള്ളവർക്കൊരു പാഠമാക്കി തീർക്കാനും പറ്റുന്ന തരത്തിലെ പവർഫുൾ എനർജിയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങൾ എന്തായിരുന്നോ സ്വപ്നം കണ്ടത് അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ദിവസമാണ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പവർഫുള്ളായിട്ട് മുന്നോട്ടേക്ക് പോകുക. പരാജയം എന്നത് നമ്മുടെ ചിന്തകളിലൂടെ നമ്മൾ വരുത്തി വെക്കുന്നതാണ്. നമുക്ക് നമ്മളെക്കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു വിശ്വാസമുണ്ട്, നമ്മൾക്ക് നമ്മളോടൊരു റെസ്പെക്റ്റ് ഉണ്ട് എങ്കിൽ നമുക്ക് പിന്നെ പരാജയമില്ല എന്ന് ചിന്തിക്കുക. എവിടെയാണോ നമ്മൾ സ്വയം നമ്മളെ വില കുറച്ച് കാണാൻ ശ്രമിക്കുന്നത് അവിടെ തൊട്ട് നമ്മളുടെ വീഴ്ചകളുടെ സമയമാണ്. സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് എവറി ടൈം പ്രാക്ടീസ് ചെയ്യുക. അത് മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കുക. ഞാൻ കഴിഞ്ഞിട്ടേയുള്ളൂ മറ്റെല്ലാം. എൻ്റെ ആത്മാഭിമാനം പണയം വയ്ക്കുന്ന ഒരു കാര്യത്തിലേക്കും ഞാൻ ഫോക്കസ് ചെയ്യില്ല. എന്നെ മാറ്റി നിർത്തി, എന്നെ അവഗണിച്ച ഒരിടത്തേക്കും ഞാൻ രണ്ടാമതൊരു പ്രാവശ്യം കയറി ചെല്ലുകയില്ല. എന്നാൽ പരിഭവമോ പരാതിയോ ശത്രുതയോ ഒന്നും എൻ്റെ ഹൃദയത്തിൽ തൊട്ട് എനിക്ക് ആരോടുമില്ല എന്ന ആ ഒരു എനർജിയിലൂടെ കടന്നു പൊയ്ക്കോ. നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും 100%. മണി അഫർമേഷൻസും വരാഹി മന്ത്രവും എന്നും ഇടുന്നുണ്ട്. ആവശ്യമുള്ളത് ഉപയോഗിക്കുക കേട്ടോ. ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് ഏഞ്ചൽസ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് നിങ്ങൾ മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ലൈഫിൻ്റെ പൂർണ്ണതയ്ക്ക്, നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്നുവെങ്കിൽ, ഒരു പുതിയ ലോകം ക്രിയേറ്റ് ചെയ്യണം, ജീവിതത്തിൽ ഒരു വലിയ വിജയം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്തോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ താഴ്ന്നു പോകുക, തല കുനിച്ച് നിൽക്കാനുള്ള ഇട വരരുത്. നിങ്ങളുടെ മുന്നിൽ മറ്റൊരാൾക്ക് യാചിക്കാനുള്ള ഇടയും ഇന്നത്തെ ദിവസം വരുത്തരുത്. അത് നിങ്ങൾ തെറ്റായിട്ടുള്ളൊരു എനർജിയാണ് കേട്ടോ. ഹെൽപ്ഫുൾ പീപ്പിൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ വിജയത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ ലൈഫിലേക്കുള്ള മുന്നോട്ടേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരാളുടെ സഹായം നമുക്ക് വേണമെങ്കിൽ അതിന് പറ്റിയ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈഫിലേക്ക് കണക്റ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. നോട്ട് ദി റൈറ്റ് ടൈം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളെ സംബന്ധിച്ച് റീയൂണിയൻ പ്രസൻസ് ആണ് കേട്ടോ. ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുകയോ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പെയിൻ എനർജി നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള റിലേഷനുകളിലേക്ക് ഒരു റീയൂണിയൻ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യേണ്ട സമയമല്ല. നോട്ട് ദി റൈറ്റ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അതിനുള്ള സമയമല്ല കേട്ടോ. അപ്പം പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പൊക്കോളുക. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മളായിട്ടാണ് മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഉറച്ച വിശ്വാസം, അഫർമേഷൻസ് എഴുതാൻ മടിക്കരുത്, ധൈര്യം